നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. രാജുവിന്റെ മനസ്സിൽ ഞാനുമില്ല നീയുമില്ല, അതല്ലേ സത്യം. അപ്പൊ രാജുവിനെ സ്വന്തമാക്കാൻ ഞാൻ ശ്രമിക്കുന്നതിൽ എന്താ ഋതിക തെറ്റ്? നിന്നെ രാജുവിന്റെ ജീവിതത്തിൽ നിന്നും ഈ വീട്ടിൽ നിന്നും പുറത്താക്കാനും ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറാണ്. നീ എന്തിനാ എന്നെ പിടിച്ചു വലിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നേ? എന്താ പ്രിയച്ചിയുടെ പെരുമാറ്റത്തില് ആകെ ഒരു മാറ്റം? എന്ത് മാറ്റം? അവളോട് നന്ദി പറഞ്ഞ് ചക്കരയിൽ ഈച്ച ഒട്ടുന്ന പോലെ കേറി ഒട്ടുന്ന കണ്ടല്ലോ. എന്താ പ്രിയച്ചിയുടെ ഉദ്ദേശം? അവളുടെ അഭിനയത്തിലും ആയാലും പ്രിയച്ചി വീഴൊന്നും ഞാൻ കരുതിയില്ല. രമ്യക്ക് എന്നോടൊന്നും തോന്നരുത്. എന്റെ ഭർത്താവിനോടും എന്നോടും ക്ഷമിക്കാൻ വിശാലത കാണിച്ച ഋതികയുടെ മനസ്സ് എനിക്ക് കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ല. അത് ശരി. ആയിഷു വയ്യാതെ ആശുപത്രി കിടന്നപ്പോഴും പ്രിയ ചേച്ചിക്ക് പല പല ആവശ്യങ്ങൾ വന്നപ്പോഴും എന്തിന് ശ്രീയുമായുള്ള ഹരീഷിന്റെ വിവാഹം മുടങ്ങി എന്റെ അമ്മ നിങ്ങളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ തുടങ്ങിയപ്പോഴേ ഋതികയല്ല ഈ രമ്യ നിങ്ങളെ സഹായിച്ചേ. പ്രിയ ചേച്ചി ഇങ്ങനെ ഒരു അവസരവാദിയാണെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. രമ്യ, നീ ഉപകാരങ്ങളൊന്നും എനിക്കും എന്റെ കുടുംബത്തിനും വേണ്ടി ചെയ്തു തന്നിട്ടില്ലെന്ന് ഞാൻ പറയില്ല. നീ ചെയ്തു തന്നതിനോടൊക്കെയുള്ള നന്ദിയും കടപ്പാടും എന്നും എനിക്കും എന്റെ കുടുംബത്തിനും നിന്നോടുണ്ട്. നീ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തതെല്ലാം രാജുവിനോടുള്ള സ്നേഹം കൊണ്ടല്ലേ? രാജുവിനോട് നിനക്കുള്ളതുപോലെയുള്ള സ്നേഹം തന്നെയാ എനിക്ക് എന്റെ ഭർത്താവിനോടും ഉള്ളത്. ഞങ്ങൾ തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്റെ കഴുത്തിൽ താലി കെട്ടിയ എന്റെ ഐഷുമോളുടെ അച്ഛനാ ജയേട്ടൻ. ഋതിക ഒരാളുടെ വലിയ മനസ്സുകൊണ്ട് മാത്രമാ അയാള് ജയിലിൽ പോവാതെ രക്ഷപ്പെട്ടത്. നിന്റെ വാക്ക് കേട്ടല്ലേ ഞാൻ ആ ഓർണമെന്റ്സ് എടുത്ത് ജേട്ടന്റെ കയ്യിൽ കൊടുത്തു വിട്ടത്. അതെ അച്ഛാ. നിന്നോട് പലവണ ഞാൻ പറഞ്ഞിട്ടില്ലേ ഈ പെണ്ണാള് ശരിയല്ലെന്ന്? അത് കേട്ടില്ലോ നീ? മാഡത്തിന്റെ ആഭരണങ്ങൾ എടുത്തു മാറ്റാൻ പ്രിയ ഉപദേശിച്ച് വേണോങ്ങളെ വെറുതെ പ്രിയ ചേച്ചി പറയുന്ന കേട്ടിട്ട് കാര്യം അറിയാതെ എടുത്ത് ചാടരുത്. ഋതികയുടെ ആഭരണങ്ങൾ കണ്ട് പ്രിയ ചേച്ചി സ്വയം മറന്നു നിൽക്കുന്നത് കണ്ടപ്പോ ഇത്രയും ആഭരണങ്ങളിൽ നിന്ന് കുറച്ച് കിട്ടിയ ചേച്ചിയുടെയും ഭർത്താവിന്റെയും ദുരിതങ്ങളൊക്കെ മാറുമല്ലോ എന്ന് തമാശക്ക് ഞാനൊന്നറിയാതെ പറഞ്ഞുപോയി. നിങ്ങൾ പറയുന്ന കേട്ടാ തോന്നും ഋതികയുടെ സ്വർണം മോഷ്ടിക്കെന്നും പറഞ്ഞ് ഞാൻ പ്രിയ ചേച്ചിയുടെ പിന്നാലെ നടന്നു. രമ്യ പറഞ്ഞത് ശരിയാച്ച. ആദ്യമായി ഋതികയുടെ ഓർണമെന്റ്സ് കണ്ടപ്പോ ഞാൻ അറിയാതെ നോക്കി നിന്നു പോയി. അന്നപ്പോ രമ്യ എന്നോട് പറഞ്ഞത് ഏത് രീതിയിലാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ആ വാക്കുകൾ എന്റെ മനസ്സിൽ പതിഞ്ഞു. തെറ്റെന്റെ ഭാഗത്താച്ച. കേട്ടല്ലോ, സമാധാനായല്ലോ. ഇന്നത്തെ കാലത്തെ ആരോടും ഒരു തമാശ പോലും പറയരുത്. ഞാൻ പോന്നു. പ്രിയേ, എന്നാലും നീ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഡി, നല്ലത് മാത്രം പറഞ്ഞു തന്നല്ലേ ഞങ്ങള് രണ്ടാളും നിങ്ങള് 3 പേരെ വളർത്തിയത്. നിനക്ക് എങ്ങനെ തോന്നി പ്രിയേ ഇങ്ങനെ കൈവിട്ട് കാര്യം ചെയ്യാൻ? നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? രാധമേ, വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നോട് കുറച്ചെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ പറയുന്നതൊന്ന് കേൾക്കണം. ആ നടന്ന സംഭവത്തെക്കുറിച്ച് ഇനി ഇവിടെ ഒരു സംസാരം ഉണ്ടാവാൻ പാടില്ല. നമുക്കിതിവിടെ വെച്ച് നിർത്താം. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് പ്രിയ ചേച്ചിക്ക് അപ്പ പറ്റിയൊരു അബദ്ധം, അത് ഞാൻ ക്ഷമിച്ചു. അതുപോലെ നിങ്ങളും അത് ക്ഷമിക്കണം. ഇതെന്റെ കുടുംബമാണെന്നാണ് ഞാനിപ്പോ വിശ്വസിക്കുന്നത്. ഈ കുടുംബത്തിലെ ഒരംഗമായിട്ട് നിങ്ങൾ എന്നെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾ അനുസരിക്കണം.
കരയില്ലേ? രമ്യ, രമ്യയോട് നിന്നെ. എന്താ? രമ്യ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ടല്ലേ? എനിക്കെന്ത് ബുദ്ധിമുട്ട്? എനിക്കും അതാ മനസ്സിലാവാത്തത്. രമ്യക്കെന്തിനാ ഈ ആവശ്യമില്ലാത്ത ബുദ്ധിമുട്ടൊക്കെ? എന്തിനാ പാവം പ്രിയചേച്ചിയുടെ മനസ്സിൽ വേണ്ടത്ത ചിന്ത വിതച്ച് പ്രിയചേച്ചി കൊണ്ടെന്നെ ആഭരണങ്ങൾ മോഷ്ടിപ്പിച്ചത്? ഋതികയുടെ പറച്ചിൽ കേട്ടാ തോന്നുമല്ലോ ഞാൻ പ്രിയ ചേച്ചിയുടെ കൈയെ പിടിച്ച് ഋതികയുടെ ഓർണമെന്റ്സ് മോഷ്ടിപ്പിച്ചതാണെന്ന്. അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല രമ്യ. തെറ്റ് ചെയ്യുന്നത് പോലെ തന്നെ കുറ്റകരമാണ് തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. പക്ഷേ ഇത്തവണ ഞാൻ ക്ഷമിച്ചു കേട്ടോ. രമ്യ ഇങ്ങനെ ചെയ്തത് കൊണ്ടാണല്ലോ പ്രിയ ചേച്ചിക്ക് എന്നോടുള്ള പിണക്കം മാറിയത്. രമ്യ അതൊക്കെ ചെയ്യുന്നത് രാജുവിനെയും എന്നെയും തമ്മിൽ അകറ്റാനാണെന്ന് എനിക്കറിയാം. വേണ്ട, എന്നെ രാജുവിനെ തമ്മിൽ അകറ്റാൻ ഇനി രമ്യ ശ്രമിക്കരുത്. രാജുവിന്റെ മനസ്സിൽ രമ്യയില്ല. പിന്നെ രാജുവിന്റെ മനസ്സിലാരാ? നീയാണോ? രാജുവിന്റെ മനസ്സില് ഞാനുമില്ല നീയുമില്ല, അതല്ലേ സത്യം? അപ്പൊ രാജുവിനെ സ്വന്തമാക്കാൻ ഞാൻ ശ്രമിക്കുന്നതിൽ എന്താ ഋതിക തെറ്റ്? നിന്നെ രാജുവിന്റെ ജീവിതത്തിൽ നിന്നും ഈ വീട്ടിൽ നിന്നും പുറത്താക്കാനും ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറാണ്. രാജുവിന്റെ ഭാര്യയായി അധികകാലം ഇവിടെ ഉണ്ടാവുമെന്ന് വെറുതെ നീ മനക്കോട്ട കെട്ടണ്ട. രാജുവിന്റെ ഭാര്യയാകാനുള്ള യോഗം എനിക്കായിരുന്നു രമ്യ. ഞാനതായി കഴിഞ്ഞു. നീ എന്താ അത് മനസ്സിലാക്കാത്തത്? ഒരുപാട് നീ രാജുവിന്റെ പിന്നാലെ നടന്നു. രാജുവിന്റെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു. വിവാഹം നടത്താൻ തീരുമാനിക്കുക വരെ ചെയ്തു. എന്നിട്ട് എന്തായി? നിയോഗം എന്ന് പറയുന്നതൊന്നുണ്ട് രമ്യ. ഈ ജന്മമല്ല, ഇനി എത്ര ജന്മം ഉണ്ടെങ്കിലും രാജുവിന്റെ ഭാര്യ ഞാനായിരിക്കും. നീ എന്നല്ല, ഈ ലോകത്ത് ആര് ഞങ്ങളെ തമ്മിൽ വേർപെടുത്താൻ ശ്രമിച്ചാലും അത് നടക്കില്ല രമ്യ. അത് നീ മനസ്സിലാക്കുമ്പോഴേക്കും ചിലപ്പോഴേ നിന്റെ ജീവിതം തന്നെ പാഴായി പോയേക്കും. ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ മാറ്റിവെച്ച് സമാധാനത്തോടെ ജീവിക്കാൻ നോക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.